ആഗോള അയ്യപ്പ സംഗമത്തിൽ കേരള ബാങ്കിനെ സ്പോൺസറാക്കിയതിന് പിന്നിൽ മന്ത്രിയുടെ ഇടപെടലെന്ന വാദം ശരിവെക്കുന്ന കൂടുതൽ തെളിവുകൾ ജനം ടിവിക്ക്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 20 നടന്ന അയ്യപ്പ സംഗമത്തിന് കേരള ബാങ്ക് പണം നൽകിയത് നവംബർ 18. കേരള ബാങ്ക് നഷ്ടത്തിലായിരിക്കെയാണ് അയ്യപ്പ സംഗമത്തിനായി പണം നൽകുന്ന സ്ഥിതിയുണ്ടായത്. വിവരങ്ങളുമായി ആർ രാജീവ് ചേരുകയാണ്. രാജീവ്, ഈ കേരള ബാങ്ക് ഇത്തരത്തിൽ സ്പോൺസർഷിപ്പായി പണം നൽകിയത് നേരത്തെ തന്നെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അങ്ങനെ പരസ്യമായി നൽകാം, പക്ഷേ എങ്ങനെയാണ് സ്പോൺസറാകാൻ കഴിയുക എന്നുള്ള ചോദ്യങ്ങളടക്കം ഉയർന്നിരുന്നു. ഒപ്പം തന്നെ വലിയൊരു തിടുക്കം കേരള ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക കൂടി ചെയ്തിരിക്കുകയാണ്. വിവരങ്ങൾ. നീലിമ, പ്രധാനമായും റിസർവ് ബാങ്കിന്റെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് കേരള ബാങ്ക് ആഗോള അയ്യപ്പ സംഗമത്തിന് പണം നൽകിയത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും വിവാദങ്ങളുമൊക്കെ വളരെ ശക്തമായി ഉയരുന്നുണ്ട്. ഇതിനിടെയാണ് കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. നേരത്തെ തന്നെ ഒരു സംശയമുണ്ടായിരുന്നത് മന്ത്രി വി.എൻ. വാസവന്റെ ഇടപെടലാണ് കേരള ബാങ്ക് 1 കോടി രൂപ സ്പോൺസർഷിപ്പ് നൽകാൻ കാരണമായതെന്ന വിലയിരുത്തലുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വളരെ ശക്തമാവുകയും ചെയ്തിരുന്നു. പ്രധാനമായും ദേവസ്വം ബോർഡിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്താനായിരുന്നു സർക്കാർ ലക്ഷ്യമിട്ടതെങ്കിൽ പിന്നീട് ഹൈക്കോടതിയുടെ ഇടപെടലാണ് അതിന് തടസ്സമായി വന്നത്. ഹൈക്കോടതി വളരെ കർശനമായ നിർദ്ദേശം ഇക്കാര്യത്തിൽ നൽകുകയായിരുന്നു. ദേവസ്വം ബോർഡിന്റെ പണം ആഗോള അയ്യപ്പ സംഗമത്തിനായി ഉപയോഗിക്കരുത്, ദേവസ്വം ബോർഡിന്റെ ചില്ലിക്കാശ് പോലും ആഗോള അയ്യപ്പ സംഗമത്തിന് ഉപയോഗിക്കരുതെന്ന കർശനമായ നിർദ്ദേശമായിരുന്നു ഹൈക്കോടതി നൽകിയത്. ഇതോടെയാണ് സർക്കാർ വെട്ടിലായത്. തുടർന്നാണ് സ്പോൺസർഷിപ്പ് കണ്ടെത്താനുള്ള ശ്രമം നടത്തിയത്. എന്നാൽ സ്പോൺസർഷിപ്പ് ലഭിക്കാതെ വന്നതോടെ മന്ത്രി വി.എൻ. വാസവൻ തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് കേരള ബാങ്കിനെ കൊണ്ടും അതുപോലെ തന്നെ ധനലക്ഷ്മി ബാങ്കിനെ കൊണ്ടും അദാനി ഗ്രൂപ്പിനെ കൊണ്ടും പണം നൽകുകയായിരുന്നു എന്നാണ് പ്രധാനമായി ഉയർന്നിരുന്ന ആരോപണം. ഈ വാദം ശരിവെക്കുന്ന തെളിവുകൾ കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. അതായത് മന്ത്രി വി.എൻ. വാസവൻ കൃത്യമായി ഇടപെട്ടതിന് ശേഷമാണ് കേരള ബാങ്ക് പണം നൽകിയതെന്നാണ് ഈ രേഖകൾ തെളിയിക്കുന്നത്. അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ 20 ആഗോള അയ്യപ്പ സംഗമം സർക്കാർ പമ്പാ മണൽപ്പുറത്ത് സംഘടിപ്പിക്കുന്നത്. ആ സമയത്ത് ഈ സ്പോൺസർമാർ ഉണ്ടായിരുന്നില്ല. ദേവസ്വം ബോർഡിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. 3 കോടി രൂപയാണ് ദേവസ്വം ബോർഡിൽ നിന്നും എടുക്കുന്നത്. ഇതിനുശേഷം അതായത് കൂടുതൽ സ്പോൺസർമാരെ ലഭിക്കാതെ വന്നതോടെയാണ് കേരള ബാങ്കിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് 1 കോടി രൂപ മന്ത്രി ഇടപെട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് മറ്റ് സ്പോൺസർമാർ ഇല്ലാതെ വന്നതാണ്. ഇതിനുശേഷം ധനലക്ഷ്മി ബാങ്കിനെ സമീപിക്കുന്നു, 2 കോടി വാങ്ങുന്നു. അദാനി ഗ്രൂപ്പിൽ നിന്ന് 1 കോടി, ഏറ്റവും ഒടുവിൽ അദാനി ഗ്രൂപ്പിൽ നിന്നാണ് പണം വാങ്ങുന്നത്. ഈ കേരള ബാങ്കിൽ സമ്മർദ്ദം ചെലുത്തിയാണ് പണം എത്തിച്ച് എന്നതിന്റെ തെളിവാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതായത് ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് സെപ്റ്റംബർ 20 അതിനുശേഷം നവംബർ 18 കേരള ബാങ്ക് പണം കൈമാറിയിരിക്കുന്നത്. ആദ്യഘട്ടമായി 84 ലക്ഷത്തിന് മുകളിൽ പണം കൈമാറിയിട്ടുണ്ട്. അതായത് നവംബർ 18 എന്ന് പറയുമ്പോൾ ഏകദേശം 2 മാസത്തിന് ശേഷമാണ് ആഗോള അയ്യപ്പ സംഗമം നടന്ന് 2 മാസത്തോളം എടുത്താണ് കേരള ബാങ്ക് പണം നൽകിയിരിക്കുന്നത്. കൃത്യമായി മന്ത്രിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു. മറ്റ് സ്പോൺസർമാർ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പണം തിരിച്ചടച്ചില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. മാത്രമല്ല ഹൈക്കോടതി ഇതിന്റെ വരവ് ചെലവ് കണക്കുകൾ ഹാജരാക്കണമെന്ന് നിർദ്ദേശം നൽകിയതിനു ശേഷമാണ് കേരള ബാങ്ക് സ്പോൺസറായി എത്തുന്നത്. അതിനുശേഷമാണ് ഈ പണം കൈമാറുകയും ചെയ്തിരിക്കുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമം നടന്ന് 2 മാസത്തോളം എടുത്ത് പണം കൈമാറി എന്ന് പറയുമ്പോൾ കൃത്യമായ സമ്മർദ്ദം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മന്ത്രി വി.എൻ. വാസവന്റെ ഇടപെടലിനെ തുടർന്നാണ് കേരള ബാങ്ക് പണം നൽകിയിരിക്കുന്നത്. ഈ പണം നൽകിയെന്ന് പറയുമ്പോൾ തന്നെ ബാങ്ക് വലിയ നഷ്ടത്തിലാണ്. 2024-25 കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 500 കോടി രൂപയ്ക്കടുത്താണ് ബാങ്കിന്റെ നഷ്ടം. ഈ വസ്തുത നിലനിൽക്കെയാണ് മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് 1 കോടി രൂപ ആഗോള അയ്യപ്പ സംഗമത്തിന് നൽകുന്നത്. ഈ രീതിയിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് എങ്ങനെ പണം നൽകാനാകും എന്ന ചോദ്യം നിലവിൽ കേരള ബാങ്കിൽ തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം വ്യക്തമാക്കണമെന്ന ആവശ്യം കേരള ബാങ്കിൽ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ നഷ്ടം വലിയ രീതിയിൽ നിൽക്കുന്നു. ഏകദേശം 500 കോടിക്കടുത്ത് നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ മന്ത്രിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് 1 കോടി രൂപ കൈമാറിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. ഏതായാലും പുറത്തുവരുന്ന തെളിവുകൾ സർക്കാരിന് വലിയ തിരിച്ചടിയാകുന്നതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഈ ആഗോള അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമത്തിൽ അങ്ങനെ കേരള ബാങ്ക് കൂടി വൻ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്.